ചേച്ചിയെ നെഗറ്റീവ് പറഞ്ഞ് സ്വന്തമായിട്ട് റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ. ഈ കൂടെ നിൽക്കുക ഞാൻ നോക്കുമ്പോഴല്ല ഈ കൂട്ടുകാരായിട്ട് നിന്നവരാണ് തിരിഞ്ഞു പോകുന്നത്. ഒരു ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പേര് പോലും പറഞ്ഞു. എല്ലാം അങ്ങനെയാണല്ലോ, മിക്കതും വളച്ചൊടിച്ച്. കാരണം അവർക്ക് റീച്ചും വേണം, അവർക്ക് വിവാദം. ഓരോരുത്തർ അയച്ചു തരുവാ. രേണുസുതി അറസ്റ്റ് ചെയ്തു ദുബായ് പോലീസ്, ബാറിൽ ഡാൻസ് ചെയ്തു, അല്ല ബാറിൽ നിന്ന് വഴി കിടന്ന് വെള്ളം അടിച്ചു, രേണുസുതിയെ ഹോസ്പിറ്റലിൽ കൊണ്ടു, എന്നിട്ടൊരു കൈയുടെ ഒരു ഫോട്ടോ. ഇന്നലെ രേണു ചേച്ചി എന്ന് വിളിച്ചു വരും, അല്ലെങ്കിൽ രേണു ചേച്ചി ഇങ്ങനെ തന്നെ മുന്നോട്ടാണോ, ആരെയും മൈൻഡ് ചെയ്യില്ലെന്ന് പറഞ്ഞു. ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേര് അവൾ ആരാണ്, എന്താണ് അവള് ഒരു ആർട്ടിസ്റ്റ് ആണോ, അവള് ബാർ ഡാൻസ് ചെയ്തില്ലേ, ഇതൊക്കെ പറയുമ്പോ ഞാനിങ്ങനെ അവരുടെ പേര് പോലും ഞാൻ ഇപ്പോഴും പറയുന്നില്ല. പറയാത്ത കാര്യം ഞാൻ ചിന്തിച്ചു വെച്ചത് ചിലപ്പോ ഒരു റീച്ചിനായിരിക്കാം, എനിക്കറിയില്ല എന്തിനാണ്. കാരണം നേരിട്ട് എന്തെങ്കിലും ഒരു സംസാരം ഉണ്ടായാലല്ലേ, നേർക്ക് നേരെ ഒരു സംസാരം ഉണ്ടായാലേ ശത്രുക്കളാണെന്ന് പറയാൻ പറ്റും. എനിക്കിപ്പോഴും ഇവര് ശത്രുക്കളല്ല. ചേച്ചിയുടെ വളർച്ചയിലുണ്ടാകുന്ന അസൂയ മൂലമാണ് ഈ തരത്തില് ഒരു പറയുന്നതെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? രേണുസുതി എവിടെ വളർന്നു എന്ന് പറയും. ഒരു 4 പേര് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ വളർച്ചയിൽ ഏറ്റവും വലിയൊരു നഷ്ടം കൊണ്ടുണ്ടായതാണല്ലേ? നല്ല നല്ല വിഷമമുണ്ട്. നല്ല എന്നും ഓർക്കും ചേച്ചേട്ടനെ പറ്റി. ഒരു ദിവസം പോലും ആ പേര് പറയാത്തൊരു ദിവസം എനിക്ക് തോന്നില്ല. ഈ 2.5 വർഷമായി, 2 വർഷം കഴിഞ്ഞു, ഒരു ദിവസം പോലും ഞാൻ ഓർക്കാത്ത ദിവസവും ഇല്ല, പറയാത്ത നിമിഷവും. അതുപോലെ സുചേട്ടനെ പറ്റി പറഞ്ഞപ്പോഴാണ്, സുചേട്ടൻ ആഗ്രഹിച്ചിരുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു ബിഗ് ബോസ്. തീർച്ചയായിട്ടും ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് കറക്റ്റ് പറഞ്ഞാല് എനിക്ക് ഇപ്പം കമന്റ് വരുമായിരിക്കും ഇവിടെ നോണ പറയാം, എനിക്കതൊന്നും ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. കറക്റ്റ് പറഞ്ഞാൽ സാജു നവോദയ ചേട്ടൻ പോയ ടൈം ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഏത് സീസൺ ആണെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ കാണാറില്ലായിരുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പം ആ ഒരു സീസണിൽ വന്നപ്പോൾ സുചേട്ടനോട് പറഞ്ഞു എനിക്ക് വലിയ ആഗ്രഹം. പക്ഷെ അത് ഞാൻ പറഞ്ഞു, എന്നാ അവർ എന്നോട് ചുമ്മാ എന്നെ അവർ വിളിച്ചോ, ഞാൻ പോകുന്നില്ല. ചേച്ചി എന്താ പോകാത്തെ? 100 ദിവസമൊക്കെ എൻ്റെ മക്കളെയും വാവോട്ടിനെ കാണാതെ ഞാൻ എങ്ങനെ ഇരിക്കുന്നത്? നമ്മുടെ കള്ളം പറയരുത് അല്ലോട്ടെ, എനിക്ക് ഇഷ്ടം, പക്ഷെ എന്നെ വിളിച്ചിട്ടില്ലെന്ന്. ഭയങ്കര ആഗ്രഹമായിരുന്നു ആൾക്ക്. അതെ, ആ ഒരു അതെ ചേച്ചിയുടെ എൻട്രിയും അത് തന്നെ ആയിരുന്നല്ലോ, അങ്ങനെ പറഞ്ഞുകൊണ്ടായിരുന്നു. അതെ അതെ അതെ, ഇപ്പം ആരും പറഞ്ഞു പറയിപ്പിച്ചു. ഞാൻ അവിടെ ചെന്നപ്പോ എന്റെ മനസ്സ് മുഴുവൻ അതാണല്ലോ, നമ്മൾ അതിൽ കയറുമ്പോ നമ്മൾ അങ്ങനെ പറയും, സ്വാഭാവികം. അത് ഭയങ്കര ട്രോളായെന്നൊക്കെ പിന്നീടാണ് അറിഞ്ഞത്. അല്ല, വേറെ ആരുടെ ഭർത്താവിന്റെ പേര് വിളിച്ചിട്ടല്ലോ ഞാൻ വന്നത്. ചേട്ടാ, ബാബു ചേട്ടാ ഞാനിവിടെ എത്തിയെന്നല്ല പറഞ്ഞത്, സുധി ചേട്ടാ ഞാനിവിടെ എത്തിയെന്നല്ലേ പറഞ്ഞത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ബാബു ചേട്ടാ ഞാനിവിടെ എത്തിയെന്നല്ല പറഞ്ഞത്, അതിലൊക്കെ കാരണം ഭർത്താവിനെ വിളിച്ചല്ലോ ഞാൻ പറഞ്ഞത്. അതുപോലെയാണ് സരിക ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി അതില് രേണു ചേച്ചിനെ പറ്റി പറയുന്നുണ്ട്. അതായത് ഞാൻ ഇവിടുന്ന് പുറത്തു പോകാൻ, അതായത് ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഫോൺ ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, വീട്ടിലേക്ക് ഒന്ന് വിളിക്കാനോ കുഞ്ഞുങ്ങളുടെ സൗണ്ട് കേൾക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾ നമ്മളെ കാണുന്നത് എങ്ങനെയാണ്? TV-യിലൂടെയാണ്. അപ്പം സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം ഋതപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് TV-യിലൂടെയാണ്. അപ്പം ഇനി ഋതപ്പം കരുതുവോ ഞാനും മരിച്ചുപോയി എന്ന്? സത്യമായിട്ടും ആ ചേച്ചി അത്ര, കാരണം ഞാനും ആ ചേച്ചി ഒരു ബെഡിലായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. ചേച്ചി പോകുന്നോടം വരെ ഞങ്ങളുടെ ഒരു ബെഡിലാണ് കിടന്നുകൊണ്ടിരുന്നത്. അതിന് ശേഷം ചേച്ചി പോയിട്ട് എനിക്ക് ആ ഭാഗത്ത് ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ബിൻസി കിടന്ന ബെഡിൽ കിടന്നു അങ്ങേറ്റത്ത്. അപ്പം ചേച്ചിക്ക് എന്നെ അടുത്തിറങ്ങി. കാരണം ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് ചേച്ചിയോട്, ചേച്ചി എനിക്ക് അതാ ചേച്ചി സങ്കടം. കാരണം എനിക്ക് അപ്പം എവിടെ പോയി എനിക്ക് പിള്ളേരെന്ന് വെച്ചാൽ എനിക്ക് കിച്ചുവിനും എന്നെ മനസ്സിലാവുമല്ലോ, ഋതപ്പൻ എന്നെ ഓർക്കും, ഇതൊക്കെയായിരുന്നു എന്റെ ചിന്ത. സത്യം കേട്ടോ, സത്യമാണത്. എനിക്ക് എന്റെ ചിന്ത അതായിരുന്നു. കാരണം സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞ് ഇത് കാണുമല്ലോ സീൻ. ഞാൻ പറഞ്ഞത് സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞ് ഇത് സീനൊക്കെ കാണുമ്പോഴത്തേന് ഇവനറിയാം മരിച്ചുപോയി, ഫോൺ വിളിക്കുന്നില്ല, വരുന്നില്ല. ഇവൻ നോക്കുമ്പോ കൊച്ചു നോക്കുമ്പോ എന്നെ TV കാണുന്നുണ്ട്, ആള് വിളിക്കുന്നുമില്ല, വരുന്നില്ല. അപ്പൊ ഇനി ഓർക്കുമോന്ന് ഓർത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഓക്കെ, വന്ന് കണ്ട് ഋതപ്പന്റെ ആദ്യത്തെ ഒരു എന്തായിരുന്നു റെസ്പോൺസ് എന്തായിരുന്നു? ഇങ്ങനൊന്നും ഇപ്പോഴും ഓർക്കുന്നു, ഇങ്ങനെ ഒരു ചമ്മലോട് കൂടി ഒരു. അതെ, ഇപ്പോഴും ഞാൻ ചുമ്മാ പറയടാ ഞാൻ ബിഗ് ബോസിൽ പോട്ടെ അമ്മേ പറയും. അതെ, കാരണം എന്ന് വെച്ചാല് ബാക്കിയുള്ളിടത്ത് ചേച്ചി ഇപ്പൊ ദുബായിലും ബഹ്റിലും പോകുന്ന പോലെ അല്ല. വിളിക്കൂടാ, എന്നും വിളിക്കും, വീഡിയോ കോൾ ചെയ്യും, 2 മക്കളെ മാറി മാറി വിളിക്കും, വീട്ടുകാരെ വിളിക്കും, വോയിസ് അയക്കും. അതുകൊണ്ടല്ലേ. അതുപോലെയാണ് കിച്ചു പുതിയ കാർ എടുത്തു, ഭയങ്കര സന്തോഷം. അതെ, നമ്മുടെ മക്കള് വലുതായെന്ന് അറിയിച്ചില്ല, വലിയ കുട്ടിയായി. അതെ, സുചേട്ടാ മീൻസ് ഞാൻ ഉള്ളിൽ പറഞ്ഞ സുചേട്ടാ നമ്മുടെ മക്കളൊക്കെ വലുതായിട്ടോ, കുഞ്ഞു പിള്ളേരൊന്നും അല്ല. കാറിൽ ട്രിപ്പ് എന്തെങ്കിലും പ്ലാൻ ചെയ്തോ? ഞാന് സത്യം പറഞ്ഞാ എനിക്ക് കാറിൽ ട്രിപ്പ് ചെയ്യാൻ
കയറാൻ ജസ്റ്റ് കയറി. അതായത് നമ്മൾ എയർപോർട്ടിൽ നിന്ന് വന്നത് ഈ കാറിലല്ല വന്നത്. കാരണം ആൾക്കാർ നമ്മുടെ ഫാമിലി എല്ലാം ഉള്ളതുകൊണ്ട് ഇന്നോവ എടുത്തിട്ടാ വന്നത്. തിരിച്ചു വന്ന് ഞങ്ങൾ ട്രിപ്പ് പോയത് ഈ കാറിലല്ല, ട്രാവലറിലാണ്. ആൾക്കാർ നമ്മളെല്ലാരും കൂടെ ഉള്ളതുകൊണ്ട് ആ കാറ് കാണാനും സന്തോഷിക്കാനേ പറ്റുള്ളൂ. അതെ, ഇനിയിപ്പോ സമയമുണ്ടല്ലോ അല്ലേ? അതുപോലെ തന്നെ ട്രിപ്പ് പോയതിന്റെയും കിച്ചു വീഡിയോ ഒക്കെ ഇട്ട് കണ്ടു. ട്രാവലറില് എല്ലാരും കൂടെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ച് എങ്ങോട്ടേക്കായിരുന്നു യാത്ര? അടിപൊളി. ഞങ്ങള് പാമ്പനാർ എന്ന് പറഞ്ഞ സ്ഥലം ദുബായിന്ന് വന്ന് നേരെ വീട്ടിൽ പോയി സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് ഒന്ന് കുളിച്ച് ഒരൊറ്റ പോക്കായിരുന്നു. തിരിച്ചു വന്നപ്പോ തന്നെ നൈറ്റ് ആയി. പിന്നെ പിറ്റേ ദിവസം എനിക്ക് ഷൂട്ടിന് പോകണം കണ്ണൂര്. ടൈറ്റ് ഷെഡ്യൂൾ അല്ലേന്നേ, നിക്കാൻ പറ്റുമോ? 1-2 പ്രാവശ്യം നിർത്തോ എനിക്ക്? അല്ല ചേച്ചി, ഇപ്പൊ കേൾക്കുമ്പോ സന്തോഷമുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ ചേച്ചി ഇങ്ങനെ അവിടുന്ന് ഇങ്ങനെ വന്നു, ഇത് കഴിഞ്ഞിട്ട് ഇവിടെയാണ്, ഉറക്കമില്ല എന്ന് പറയുമ്പോ ചേച്ചിയെ കാണുമ്പോ തന്നെ നമുക്ക് ഭയങ്കര സങ്കടം തോന്നുമായിരുന്നു. ഇതൊക്കെ ലോക്കൽ ട്രെയിനിലൊക്കെ ഇട്ടിച്ചേറി. ഇന്ന് അങ്ങനെ അല്ലല്ലോ. അതെ, ഇന്ന് AC കമ്പാർട്ട്മെന്റല്ലേ ബുക്ക് ചെയ്യത്തുള്ളൂ രേണുസുതിക്ക്. അതുപോലെ AC ബസ്സല്ലേ ബുക്ക് ചെയ്യത്തുള്ളൂ. അതെ, കാരണം AC ഇടണ്ടേ രേണുസുതിക്ക്? റൂം AC വേണ്ടേ? അല്ല സത്യം കേട്ടോ, അവര് നമ്മൾ പറഞ്ഞിട്ടല്ല, അവരത് ചെയ്യും. കാരണം ഇന്ന് രേണുസുതി കുറച്ച് എന്താ പറയാ, ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആണ് രേണുസുതി. എല്ലാത്തിനും ഒരു ഞങ്ങളുടെ സൂചിച്ചേണ്ട ഭാര്യയാണ് രേണുസുതി. കാരണം ചേച്ചിയെ ഇപ്പം ഒരുപാട് കമന്റ്സും അങ്ങനെ തന്നെ വന്നു. ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ചേച്ചിനെ കാണുന്നതിനേക്കാളും ഇപ്പം ഭയങ്കര ഭംഗി വെച്ചു, ഫേസൊക്കെ കുറച്ചും കൂടെ തുടുത്തിട്ടുണ്ട്, സുന്ദരിയായി. അതെ 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 അതെ, നെയിൽസ് ഒക്കെ ആണെങ്കിലും ചേച്ചി ഒന്നുകൂട്ട് അടിപൊളിയായി. അതാണ് പറയേണ്ടത്. ചേച്ചിയെ കാണുമ്പോ ആ ഒരു പഴയ ക്ഷീണമില്ല, അല്ലെങ്കിൽ ക്ഷീണം അത് നമുക്ക് അറിയുന്നില്ലേ ചേച്ചി? കുറച്ചും കൂടെ ചേച്ചി ഒന്ന് എന്താ പറയാ, ഒന്ന് ആക്റ്റീവായ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. അതെ അല്ലേ? ഓക്കെ. അത് ഞാൻ അവിടെ ചെന്നിട്ട് റോസസ് ഡ്യൂവില് പോയിട്ട് നെയിലൊക്കെ എക്സ്റ്റൻഷൻ ചെയ്തു, അടിപൊളിയായിട്ട് ചെയ്തു. പിന്നെ എന്താ പറയാ, അവര് സ്പായൊക്കെ ചെയ്തു. അതുപോലെ ഞാൻ റൂമില് വന്നിട്ട് അതെ, ഞാൻ ചോദിക്കാൻ വരെയായിരുന്നു, നല്ല റീസെറ്റ് ചെയ്ത്. അതായത് നമ്മള് 3 മാസം 4 മാസം കൂടുമ്പത്തേന് റീസർവീസ് ചെയ്യേണ്ടതാണ്. എക്സ്റ്റൻഷൻ ചെയ്തു. കറക്റ്റ് 3 മാസം കഴിഞ്ഞിരുന്നു. അപ്പം റീസർവീസ് ചെയ്തു. അതുപോലെ എന്താ പറയാ, ഒരു വൈറ്റനിങ് ട്രീറ്റ്മെന്റ് ചെയ്തായിരുന്നു, സ്കിൻ വൈറ്റനിങ്. അതിന്റെ സെക്കൻഡ് സെറ്റിങ്സ് ചെയ്തു. അതുകൂടെ ഒരു ഗ്ലൂട്ടായും കൂടെ IV കൂടെ കൊടുത്തു. അതെ, അതിനിപ്പോ 2-3 ആഴ്ച കഴിഞ്ഞ റിസൾട്ട് അറിയാനെങ്കിൽ പോലും ഇത്രയൊക്കെ ചെയ്തു. കാരണം ഇതിന് മുന്നേ പറയാം ഗ്ലൂട്ടായി എടുത്തിട്ടുണ്ട്. ഇന്ന് വരെ എടുത്തില്ല, പക്ഷെ ഇന്ന് എടുത്തു. അതെ, എടുക്കുന്നേ അതും കൂടെ ഒന്ന് അറിയട്ടേന്നേ, ക്ഷീണമൊക്കെ ഒന്ന് മാറി ഒന്ന് അടിപൊളിയാകട്ടേന്നേ. അതെ, അങ്ങനെ അതായത് ആ ഒരു മാറ്റം എല്ലാം കൊണ്ടും ചേച്ചി പോസിറ്റീവായി പോയിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അത് പറയുന്ന പോലെ ഇനി ബിഗ് ബോസിലേക്ക് തന്നെ തിരിച്ചു വരാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിലോട്ട് ഇനി ഒരു റീ എൻട്രി ഉണ്ടാവും. ഫൈനലിൽ എല്ലാരും പോണല്ലോടാ. എനിക്കൊന്ന് ഫൈനൽ എടുക്കാറായെന്ന് തോന്നുന്നു. അതെ, അങ്ങനെ വിളിച്ചാൽ പോകും. അതുപോലെ ചേച്ചി വിചാരിക്കുന്നുണ്ട് വർക്കൗട്ട് ചെയ്തിരുന്നില്ല എന്നുണ്ടെങ്കിൽ 100 ദിവസം നിന്ന് വിൻ ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഒരിക്കലും ട്രോഫി എനിക്ക് കിട്ടുമെന്നൊന്നും ഞാൻ ഒരിക്കലും പറയത്തുമില്ല. ഞാൻ അതിനുള്ള ഒരു വലിയൊരു ഗെയിമറാന്ന് ഞാൻ പറയത്തില്ല കേട്ടോ. പിന്നെ കുറച്ച് ദിവസം കൂടെ നിൽക്കുമായിരുന്നു. കാരണം വോട്ടുണ്ട് കേട്ടോ. ഇപ്പം ലാലേട്ടനാണല്ലോ എവിക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞായിരുന്നു ഇതൊരു പ്രത്യേകതര എവിക്ഷനാണ്. ഇദ്ദേഹം നിരന്തരമായിട്ടുള്ള അഭ്യർത്ഥന ക്യാമറയുടെ മുന്നിൽ ചെന്ന് ഒന്ന് പറഞ്ഞു വിടാം പ്ലീസ്, എനിക്ക് സഹിക്കുന്നില്ല. അപ്പൊ ഇതിങ്ങനെ കേട്ട് അതുകൊണ്ടാണ് അവര് ആ മാനസികാവസ്ഥ അറിഞ്ഞിട്ട് എന്നെ ഇറക്കി വിട്ടത്. അതായത് കൈ പിടിച്ച് ലാലേട്ടൻ, അത് ചരിത്രത്തില് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഫസ്റ്റ് എവിഷനാണ്. അതായത് ലാലേട്ടൻ തന്നെ കൈ പിടിച്ച് അകത്ത് കയറ്റി, ലാലേട്ടൻ ഹൗസിനുള്ളിൽ വന്ന് കൈ പിടിച്ച് വെളിയിൽ കൊണ്ടുപോയി. അതെ, അത് ഭയങ്കര എന്റെ ലൈഫിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ലാലേട്ടൻ പേര് ചൊല്ലി വിളിച്ചു. ആദ്യം റെനു എന്നായിരുന്നു വിളിക്കുന്നത്. റെനു, അങ്ങനെ എനിക്ക് ഇത് കേൾക്കുന്നത്. പിന്നെ രേണു സോതി ഒന്ന് അവിടെ ആ സ്റ്റോർ റൂമിൽ ചെന്ന് അതൊന്നും എടുത്തോണ്ട് വന്നത് ശരീരമൊക്കെ ഒന്ന് അനങ്ങട്ടെ. കാരണം ഈ ലാലേട്ടനെ സംബന്ധിച്ച് ഒരുപാട് ആളുകളെ കാണുന്നതാണ്, സംസാരിക്കുന്നതാണ്. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ഇപ്പൊ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് ലാലേട്ടന്റെ അടുത്ത് ചെന്ന് ലാലേട്ടാ ഞാൻ രേണുസുതിയാന്ന് പറഞ്ഞ ലാലേട്ടൻ അറിയാം. അതെ, അറിയാതിരിക്കത്തില്ല. അത് എന്റെ ഒരു ഇതാണ്, അത് അറിയും. സന്തോഷാണല്ലേ അതൊക്കെ. അദ്ദേഹം പേര് വിളിക്കാതെ പറഞ്ഞ ഇതിപ്പര എന്താണ് എനിക്ക് അറിയില്ല. ഭയങ്കര ഹാപ്പി. ഒരുപാട് പേര് ആരാധിക്കുന്ന ഒരാള് നമ്മളെ തിരിച്ചറിയാന്നുള്ളത് കുഞ്ഞിലെ തൊട്ടേ ആരാധിക്കുന്ന ഒരു ആളല്ലേ നമ്മുടെ കുളിര് കയറുന്നു. അതെ, ഈ ഒരു ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞിട്ട്
ഞാൻ ആ പേര് പോലും പറയുന്നു ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ഈ തരത്തില് അതായത് ചേച്ചിയെ നെഗറ്റീവ് പറഞ്ഞാണെങ്കിലും ഫേമസ് നേടണം എന്ന് ആഗ്രഹിക്കുന്നവര് എടുത്തു വെച്ച മെയിൻ ഒരു പോയിന്റ് ആയിരുന്നു ഈ മറുപടി ഞാനിപ്പോ പറഞ്ഞല്ലോ. അതെ, ഡാൻസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ചേച്ചിക്ക് എപ്പോഴെങ്കിലും ഈ തരത്തില് തന്നെ, അതായത് ഞാൻ നല്ലൊരു ഉദ്ദേശത്തോടു കൂടി ചെയ്ത കാര്യം ഇവര് മോശമാക്കാൻ ശ്രമിക്കുന്നു, അങ്ങനെ ഒരു സങ്കടം എടാ എല്ലാം അങ്ങനെയാണല്ലോ, മിക്കതും വളച്ചൊടിച്ച്. കാരണം അവർക്ക് റീച്ചും വേണം, അവർക്ക് വിവാദമാണ്. ഇപ്പൊ രേണു സത്യം പറഞ്ഞ ബിഗ് ബോസിന് വന്നതിന് ശേഷം കുറച്ച് വിവാദങ്ങളായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, അപ്പൊ ഞാൻ തീർന്നല്ലോ, രക്ഷപ്പെട്ട്, ഇനിയിപ്പൊ വിവാദമില്ലെന്ന് നോക്കുമ്പോ ഒരു സുപ്രഭാതത്തിൽ നോക്കുമ്പോ കൂടാന്ന് പറഞ്ഞ് കൂടാന്ന് പറഞ്ഞ് നോട്ടിഫിക്കേഷനാ. അതെ, ഓരോരുത്തർ അയച്ചു തരുവാ. രേണു സുധി അറസ്റ്റ് ചെയ്തു ദുബായ് പോലീസ്, ബാറിൽ ഡാൻസ് ചെയ്തു, ബാറിൽ നിന്ന് വഴി കിടന്ന് വെള്ളം അടിച്ചു, രേണു സുധിയെ ഹോസ്പിറ്റലിൽ കൊണ്ടു, എന്നിട്ട് ഒരു കൈയുടെ ഒരു ഫോട്ടോ ഒക്കെ. അതുപോലെ തന്നെ ചേച്ചിയെ നെഗറ്റീവ് പറഞ്ഞ് സ്വന്തമായിട്ട് റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവരോട് ചേച്ചിക്ക് എന്തെങ്കിലും ഒരു മറുപടി കൊടുക്കാനുണ്ടെങ്കിൽ എന്തായിരിക്കും? ഈ കൂടെ എന്താ പറയാ, ഞാൻ നോക്കുമ്പോഴല്ല ഈ കൂട്ടുകാരായിട്ട് നിന്നവരാണ് തിരിഞ്ഞു പോകുന്നത്. അതെ, ഇതെന്താ സംഭവിക്കുന്നത്, എവിടെ എന്താണ് സംഭവിച്ചത് എനിക്ക് തന്നെ അറിയില്ല. ചേച്ചിയുടെ ഇന്നലകളിലെ കൂട്ടുകാര് ചിലപ്പോ, കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഞാൻ ആരുമായിട്ട് അങ്ങനെ തിക്ക് കമ്പനിയായിട്ടൊന്നുമില്ല, എങ്കിൽ പോലും ഇന്നലകളിൽ രേണു ചേച്ചി എന്ന് വിളിച്ചവരും, അല്ലെങ്കിൽ രേണു ചേച്ചി ഇങ്ങനെ തന്നെ മുന്നോട്ടാണോ, ആരെയും മൈൻഡ് ചെയ്യില്ലെന്ന് പറഞ്ഞു ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേര്, 2 ദിവസം ഈ കുറച്ച് നാളായതേ ഉള്ളൂ, ബിഗ് ബോസിൽ രേണു അവൾ ആരാണ്, എന്താണ് അവളൊരു ആർട്ടിസ്റ്റ് ആണോ, അവള് ബാർ ഡാൻസ് ചെയ്തില്ലേ, ഇതൊക്കെ പറയുമ്പോ ഞാനിങ്ങനെ ഇതെന്തുവാണ് സംഭവം? അല്ലെ രേണു നന്നായിട്ട് പോട്ടെ, സൂചിച്ചേട്ടൻ എന്റെ ചങ്കാരെന്ന് പറഞ്ഞവള് പിറ്റേ ദിവസം അവൾ ആശുപത്രി പോയി, അത് ചെയ്തില്ലേ, അവൾ ആഘോഷം ചെയ്തില്ലേ, പിടികിട്ടി ആ ഒരു തിരിഞ്ഞു മറിയുവാണ്. ഇതെന്താ സംഭവം വെച്ചാല്, ഞാൻ ചിന്തിച്ചു വെച്ചത്, അവരുടെ പേര് പോലും ഞാൻ ഇപ്പോഴും പറയുന്നില്ല, പറയേണ്ട കാര്യം, ഞാൻ ചിന്തിച്ചു വെച്ചത് ചിലപ്പോ ഒരു റീച്ചിനായിരിക്കാം, എനിക്കറിയില്ല എന്തിനാന്ന്. കാരണം നേരിട്ട് എന്തെങ്കിലും ഒരു സംസാരം ഉണ്ടായാലല്ലേ, നേർക്ക് നേരെ ഒരു സംസാരം ഉണ്ടായാലേ ശത്രുക്കളാന്ന് പറയാൻ പറ്റും. എനിക്കിപ്പോഴും ഇവര് ശത്രുക്കളല്ല, അവരെന്തിനും പറയട്ടെ, എന്നെ അവര് വന്ന് തല്ലിയാ എനിക്ക് ചിലപ്പോ ശത്രുവാകും. ഇതൊന്നും എന്റെ ശത്രുക്കളുടെ ഗണത്തിൽ പെട്ടവരല്ല ഇവരൊന്നും. അതെ, ഈ തരത്തില് ചേച്ചിയുടെ വളർച്ചയിൽ ഉണ്ടാകുന്ന അസൂയ മൂലമാണ് ഈ തരത്തില് ഇവര് പറയുന്നതെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അപ്പൊ അവര് പറയാം രേണു സുധി എവിടെ വളർന്നു എന്ന് പറയും. ഞാൻ എന്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് ഒരു 4 പേര് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ എന്റെ ഒരു വളർച്ച തന്നെയാണ്. ഒരു 5 പേര് സ്നേഹിക്കുന്നു, രേണുവേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച്, രേണു ഞങ്ങളുടെ ജീവനാണ്, എത്രയോ മനുഷ്യൻ രേണു സുധിയുടെ ഫാനാണ് ഞങ്ങള് സൂചിച്ചേട്ടനെ കാണുന്ന പോലെ രേണുവിനെ കാണുന്നെന്ന് ഒരു 10 പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്റെ വളർച്ചയുടെ ഭാഗം തന്നെയാണ്. അതെ, അത് ഞാൻ അഭിമാനിക്കുന്നു. സോ ചിലപ്പോ അതാവാം. പക്ഷെ ചേച്ചി, എനിക്ക് തോന്നുന്നു ചേച്ചി ഈ ഒരു വളർച്ചയിലും എന്താ പറയുന്നത്, ഏറ്റവും വലിയൊരു നഷ്ടം കൊണ്ടുണ്ടായതാണല്ലേ ഈ ഒരു ബിഗ് ബോസിലേക്ക് ചേച്ചിയെ വിളിക്കുന്നതാണെങ്കിൽ പോലും സുധിച്ചേട്ടന്റെ വിധവ അല്ലെങ്കിൽ സുധിച്ചേട്ടന്റെ ഭാര്യ എന്നുള്ളൊരു ആ ഒരു രീതിയിലാണ് ചേച്ചിയെ തിരിച്ചറിയുന്നത്. അപ്പം നമുക്കറിയാം അത് എത്രത്തോളം വേദന ചേച്ചിയുടെ ഉള്ളിൽ ഒതുക്കിയിട്ടാണ് ഈ പടവുകളൊക്കെ കയറി പോകുന്നത് നമുക്കറിയാം. അത് ഇപ്പം എല്ലാവർക്കും അറിയില്ലടാ, ഞാൻ അങ്ങനെ എല്ലാവരോടും എന്റെ വേദനകളൊന്നും ഷെയർ ചെയ്യാറില്ല, എങ്കിൽ പോലും നല്ല നല്ല വിഷമമുണ്ട്. എന്നും ഓർക്കും സൂചിച്ചേട്ടനെ പറ്റി. ഒരു ദിവസം പോലും ആ പേര് പറയാത്തൊരു ദിവസം എനിക്ക് തോന്നില്ല. ഈ 2.5 വർഷമായി, 2 വർഷം കഴിഞ്ഞു, ഒരു ദിവസം പോലും ഞാൻ ഓർക്കാത്ത ദിവസവും ഇല്ല, പറയാത്ത നിമിഷവും ഇല്ല. ചേച്ചി ഓരോ തവണയും ചേച്ചിയെ കുറച്ചെങ്കിലും ഒരു അരമണിക്കൂറെങ്കിലും ചേച്ചിയോട് നേരിട്ട് സംസാരിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഒരു ദിവസം പോലും ആ പേര് പറയാതെ ഇരുന്നിട്ടില്ല. ഇരുന്നിട്ടില്ല. അതുപോലെ തന്നെയാണ് ചേച്ചി ഓരോ തവണയും സുധിച്ചേന്റെ പേര് പറയുമ്പോൾ ചേച്ചിയുടെ കണ്ണ് നിറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ഒരിക്കലും ഒരാൾക്കും ഫേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അത് ഉള്ളിലുള്ള വിഷമം വരിക എന്നുള്ളത് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ പിടിച്ച് വെക്കും, കാരണം നമ്മൾ കരയരുത്. നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ കരഞ്ഞാലും നാടകമാന്ന് പറയും, ലിസറിനാന്ന് പറയും, അല്ലെ അവള് ചുമ്മാ വന്ന് അഭിനയിക്കുവാന്ന് പറയും. എങ്കിൽ പോലും ഞാൻ ആ മരിച്ച നിമിഷം ഒരു എന്താ പറയാ, ആ ഒരു നിമിഷം ഞാൻ ഓർക്കാൻ ശ്രമിക്കുന്നില്ല പലപ്പോഴും. അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. ഇന്നലെ അല്ല, ഇന്നലെ എൻ്റെ ഒരു അനിയത്തിയുണ്ട്, സുചേട്ടന്റെ മരണസമയത്ത് തലേന്ന് അവളുണ്ട് കൂടത്തിൽ, ഞങ്ങളെല്ലാവരും വർത്താനം പറഞ്ഞു. അവർ ഇന്നലെയും കൂടെ പറഞ്ഞപ്പോ അവള് പറയാണ്, ചേച്ചി ആ മരിച്ചെന്ന ആ സംഭവം, സുചേട്ടൻ മരിച്ചെന്ന് പറയുമ്പോ പോലും നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല, കാരണം അതോടുകൂടി തീർന്നെന്നാണ്. പക്ഷെ എന്നിട്ടും മരിച്ചെന്നോ, സുധിച്ചേട്ടൻ മരിച്ചെന്നോ, ആ ഒരു മനസ്സ്, അതായത് നമ്മുടെ മനസ്സ് മാക്സിമം അതിനെ തള്ളിക്കളയാൻ ശ്രമിച്ചു, എല്ലാം നുണയാൻ ശ്രമിച്ചെങ്കിൽ പോലും അതാണ് യാഥാർത്ഥ്യം.
അത് നമ്മൾ അംഗീകരിച്ചേ പറ്റും. ഇന്നലെയും കൂടെ ഞങ്ങളത് സംസാരിച്ചു തലേന്ന് കുറേ സംസാരിച്ചാലും സുചേട്ടൻ. അപ്പോഴാണ് അവള് പറയുന്നത് 6 മാസത്തിന് ഞാൻ വീട് പണിയും കല്ലിടും എന്നൊക്കെ ഇവളോടാ പറയുന്നത്. പാവൂട്ടനോട് പറയല്, ഞാൻ 6 മാസത്തിന് അവൾക്ക് സർപ്രൈസ് ആയിക്കോട്ടെ, 6 മാസത്തിനകം ഞാൻ വീട് പണിയും. ഒരു പിറ്റേ ദിവസം ഏട്ടൻ പോകുമായിരുന്നു. നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. തലേന്നാണ് ഈ കുട്ടിയുടെ അടുത്ത് ഇത് സംസാരിച്ചത്, എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്ത്. ഞാൻ നേരത്തെ കിടന്നപ്പോൾ ഇവര് സംസാരിക്കുമായിരുന്നു. പിന്നെ നിങ്ങൾ സംസാരിച്ചിട്ട് വാന്ന് പറഞ്ഞപ്പം ഇവളോട് പറഞ്ഞാണ്, വാവട്ടൻ്റെ അടുത്ത് പറയില്ല, സർപ്രൈസ് ആണ്, ഞാൻ 6 മാസത്തിനകം വീട് പണിയും കേട്ടോ, എൻ്റെ വാവട്ടയ്ക്ക് വേണ്ട, എൻ്റെ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള വീട് പണിയെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ ഇനിയിപ്പോ എന്താ പറയാ, ഇനി ബഹറില് പോവാൻ വേണ്ടി പോവാണ്. ബഹറിലേക്ക് പോയിട്ട് വന്നിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? പോയിട്ട് വന്നിട്ട് മേ ബി എനിക്ക് വന്ന ബിഗ് ബോസിന്റെ ഇതായിരിക്കുമല്ലോ, നമ്മളെ വിളിക്കുമായിരിക്കുമല്ലോ, കണ്ടസ്റ്റൻസിനെ എല്ലാം വിളിക്കുന്ന കൂട്ടത്തിൽ വിളിച്ചാൽ നമ്മൾ എന്തായാലും പോകും. ആ ഹൗസിൽ ഒന്നും കൂടെ എല്ലാവരും ഒക്കെ ആയിട്ടൊന്ന് ഹാപ്പി ആകും. ഹാപ്പിയാണോ വഴക്കാണോന്നൊന്നും അറിയത്തില്ല, എന്താ അവിടുത്തെ അന്തരീക്ഷം അനുസരിച്ചിരിക്കും. കർത്താവേ, ഉള്ള പോസിറ്റീവായിട്ട് അവൻ ഇനി ഒരു 7-6 ദിവസം അവിടെ നിന്നിട്ട് നെഗറ്റീവ് അടിപ്പിക്കാതിരുന്നാ മതിയായിരുന്നു. എനിക്കറിയില്ല. എന്തായാലും എല്ലാരും ഒന്ന് കാണാൻ സന്തോഷം. ഞാൻ ആരും കണ്ടില്ല, പിന്നെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയവരൊക്കെ ചെയ്യും. ഞാനിപ്പോ ദുബായിലല്ലായിരുന്നു, അതുകൊണ്ട് അവര് സരിക ചേച്ചി പറഞ്ഞത് എന്താണ് അറബി രേണു ഹാൽഫുൽ എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. രേണു ഇപ്പൊ അറബി പറഞ്ഞാലേ രേണുവിന് മനസ്സിലാകത്തുള്ളത്. ഞങ്ങളൊക്കെ ഇവിടെ എല്ലാരും ഒന്നിച്ച് കാണുമ്പോ രേണു സുധി എന്ത് ചെയ്യും, അവള് ദുബായിലല്ലേ, ഇനിയിപ്പോ അടുത്ത ബഹ്റൈൻ എന്നൊക്കെ പറഞ്ഞ അവർക്കൊക്കെ എന്റെ വളർച്ചയിൽ സന്തോഷം. കാരണം ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്നലെയാണോ മിനിഞ്ഞാന്നാണോ, സരിക ചേച്ചി എത്രത്തോളം എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം എന്നോട് പറയാണ്, നീ ഈ യാത്രയൊക്കെ ചെയ്യുന്നതും പോകുന്നതും വരുന്നതും ഷൂട്ടൊക്കെ ചെയ്യുന്ന നിന്റെ എന്താ പറയാ, ആ ഒരു ചേട്ടന്റെ നഷ്ടം, ആ വിഷമത്തെയൊക്കെ മറികടക്കാനാണ് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാം നിന്നെ സപ്പോർട്ട് ചെയ്യും. ഇന്നും നീ സൂചേട്ടനെയും മക്കളെയും സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാം നിന്നെ മനസ്സുകൊണ്ട് സപ്പോർട്ട് അറിയണു എന്ന്. എന്തെങ്കിലും അവിടെ വെച്ച് എന്തെങ്കിലും പറഞ്ഞു തന്നാലും, എന്തെങ്കിലും മനുഷ്യരല്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഗെയിമിന്റെ ഭാഗം. നമ്മളൊരു ഈ പറയുന്ന ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാമിലിയാണ് നിങ്ങളല്ലേ. അത്രയും ദിവസം ഒരുമിച്ച് നിൽക്കാന്ന് പറഞ്ഞാൽ അറിയാതെ തന്നെ ഒരു ബോണ്ട് ഇടയ്ക്ക് ഉണ്ടായി പോകും. സ്വാഭാവികമായിട്ടും വീട്ടുകാർ തമ്മിൽ ഒരു വഴക്കുണ്ടാവുന്നില്ല, ഒരു ലെവലിൽ മാത്രമേ കാണാൻ പറ്റുള്ളായിരിക്കും. ഈ പറയുന്ന പോലെ ബിഗ് ബോസ് വീട്ടില് ഏറ്റവും ഒരു ആത്മബന്ധം തോന്നിയ ഒരാളെ പറഞ്ഞു കഴിഞ്ഞാൽ ശാരിക ആണ്. നമ്മുടെ തീ കസേര ശാരിക. എന്റെ ഉള്ളിലും കത്തിച്ചു ആ സ്നേഹം. ശാരിക ഫ്രണ്ട്ഷിപ്പ് അല്ല, അതെന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് കേൾക്കുമ്പോ ഭയങ്കര ഒരു കാര്യമല്ലേ. ആ ഫ്രണ്ട്ഷിപ്പ് എന്റെ ഉള്ളിൽ ഒരു ഫയർ ആയിട്ട്, ആ ഹോട്ട് സീറ്റിൽ ഇരുന്നിരുന്നായിരിക്കും ആ ഒരു ബിഗ് ബോസ് കയറിയപ്പോ ആ തീ ഇങ്ങനെ നെഗറ്റീവ് അടിക്കാൻ വന്നപ്പോ ആ തീ അടുത്ത് വന്നത് അണഞ്ഞു പോയില്ല, ഫ്രണ്ട്ഷിപ്പായിട്ട് ആളിക്കത്തി. അതെ, ഏറ്റവും കൂടുതൽ ഇപ്പം നിങ്ങൾ കാണാറുണ്ടോ? ഉടനെ കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അവളും പറഞ്ഞു, എനിക്ക് എന്നോട് പറയാം, ഞാനൊന്ന് വരാൻ നോക്കിയാ ഇവരിവിടെ ഇല്ലല്ലോ, നീ അങ്ങ് ഗൾഫിലും ദുബായിലും അമേരിക്കയിലും ഒക്കെ പറക്കുമല്ലേ, എനിക്ക് വേണ്ടി ഒരു ദിവസം ഒന്ന് മാറ്റി വെക്കണേന്ന് പറയും. എല്ലാരും ശൈത്യ, ജിസേൽ എല്ലാരും ഒക്കെ പുറത്തു പോയി കാണുകയൊക്കെ ചെയ്തല്ലോ. എല്ലാരും ഇവരെല്ലാരും, ഞാനും ഇവളും മാത്രമേ കാണാത്തോളം തോന്നുന്നു. അതെ, ഉടനെ കാണും. ബഹറിന് പോകുന്നതിന് മുന്നെങ്കിലും ഒന്ന് കാണണമെന്നുണ്ട്. അതുപോലെ തന്നെ ചേച്ചി സിനിമയിൽ എന്തെങ്കിലും കോൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? സിനിമ ഒക്കെ 1-2 പ്രാവശ്യം, 2 സിനിമ സത്യം പറഞ്ഞ ബിഗ് ബോസിൽ പോയപ്പോ പോയി കേട്ടോ. 2 സിനിമ പോയി. കാരണം അവർക്ക് പെട്ടെന്ന് ആർട്ടിസ്റ്റിനെ വേറെ ആളെ വെച്ചിട്ട്, കാരണം പ്രൊഡ്യൂസർ പറയുമ്പോൾ പെട്ടെന്ന് അവർക്ക് ചെയ്യണമല്ലോ. 2 പൂജ കഴിഞ്ഞ സിനിമയാണ്, അത് പോയി. ഇപ്പം സിനിമ അല്ല, ഇപ്പൊ പ്രമോഷനാണ് കുറെ വരുന്നത്. പിന്നെ എനിക്ക് എന്നെ സംബന്ധിച്ച് സിനിമ വന്നാലും ഞാൻ എപ്പോഴും പറയുന്നത്, ആൽബം വന്നാലും ഷോർട്ട് ഫിലിം എനിക്ക് സന്തോഷമുണ്ട്. എനിക്ക് ആൽബം ഒക്കെ ഭയങ്കര ജീവനാണ്. ആൽബം എന്ന് പറഞ്ഞാൽ എന്റെ ജീവനാണ് ആൽബം അഭിനയിക്കാന്ന് വെച്ചാൽ. കാരണം 5-8-10 ഞാൻ ഇങ്ങനെ ഇരുന്നിങ്ങനെ കാണുമായിരുന്നു. ദുബായിൽ പോയപ്പോൾ ഞാൻ TV ഉണ്ടല്ലോ, യൂട്യൂബ് ഇട്ടിരിക്കണ സുധി നടിച്ച ആൽബം എന്ന് വെച്ചാൽ ഇതെല്ലാം ഇങ്ങനെ കാണുമായിരുന്നു. അപ്പൊ എന്റെ ഒരു സന്തോഷം എന്ന് വെച്ചാൽ അത് എനിക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം പണ്ടൊക്കെ ആൽബം നടികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനായിരുന്നു. ഇപ്പൊ ഞാനൊരു ആൽബം നടിയായല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര. മഞ്ഞ് പെയ്യുന്ന വഴിയായിരിക്കും ബിഗ് ബോസിന് ശേഷം അഭിനയിച്ച ആൽബമാണ്. വമ്പൻ ഹിറ്റായി. ജിന്നാണ് ഡയറക്ഷൻ, മേഴ്സി ചേച്ചിയാണ് അതിന്റെ പ്രൊഡ്യൂസർ. ദുബായിലെ നമ്മുടെ ലിഞ്ചപ്പനാണ് അഭിനയിച്ചത്, എന്റെ കൂടെ അഭിനയിച്ച ചെക്കൻ, ജിമ്മൻ ചെക്കൻ. അടിപൊളിയായിട്ട്, സത്യം പറഞ്ഞാൽ അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ. നല്ല ആൽബമായിരുന്നു. അതെ, ഈ പറയുന്ന പോലെ ഫിലിമിലേക്കുള്ള കോള് ചേച്ചി പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രതീക്ഷയെന്ന് വെച്ചാല് വരട്ടെ, വന്ന് ഞാൻ 2-3 സിനിമ ചെയ്തല്ലോ. അത് ഇനിയിപ്പോ ഇറങ്ങാൻ കിടക്കുന്ന ഒരെണ്ണത്തിന് ഡബിങ് ആയി. പിന്നെ ഒരെണ്ണം പാക്കപ്പ് ആയതേ ഉള്ളൂ. ഞാൻ ദുബായിലായിരുന്നു. അവർ വിളിച്ചത്, പക്ഷെ ഞാൻ ദുബായിൽ നിന്ന് പെട്ടെന്ന് ഫ്ലൈറ്റിലായിരുന്നു പറഞ്ഞെത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ അവിടെ കേക്ക് മുറിച്ചോളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും
അടിപൊളിയായിട്ട് നടക്കട്ടെ. ഇനി വരുവാണെങ്കിൽ സന്തോഷം, ആൽബം വരുവാണെങ്കിൽ അതിലേറെ സന്തോഷം, സിനിമ വരുവാണെങ്കിൽ അതിലേറെ സന്തോഷം, എന്ത് വരുവാനുള്ള സന്തോഷം വരണം. പക്ഷെ എനിക്ക് അങ്ങോട്ട് തേടി പോകാറില്ല ഞാനൊന്നും. അതെ, പക്ഷെ അഭിനയിക്കുമ്പം ഏറ്റവും കൂടുതൽ സന്തോഷവും സാറ്റിസ്ഫാക്ഷനും ഒക്കെ കിട്ടുന്നത് ആൽബമാണ്. ആൽബം ഷോ അതെന്താ ഇതിന് കാരണം? അറിയില്ല. ആൽബം എന്ന് വെച്ചാൽ എന്റെ മണ്ണും മഴയും പ്രേമിക്കും നേരം, അതൊക്കെ നമ്മുടെ നൊസ്റ്റു പാട്ടാ. ഇതൊക്കെ കാണുമ്പോൾ ആൽബം എന്ന് വെച്ചാൽ എനിക്ക് സിനിമ പോലെ തന്നെ അല്ല, ആൽബം നടി അതുപോലെ കാലമേറി പോയി മറഞ്ഞ് ആ പാട്ടൊക്കെ ഇല്ലേ, അതൊക്കെ കാണുമ്പോൾ അതുപോലെ നമ്മുടെ എന്നാ സുന്ദരിയവ, എനിക്ക് ഭയങ്കര ഇഷ്ടം ആൽബം നടിയുന്നത്. അതെന്റെ ഉള്ളിൽ അതങ്ങ് കൊണ്ട് ഡ്യൂ ഡ്രോപ്സും മിസ്റ്റും ഒക്കെ കാണുമ്പോഴത്തേനും. അപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു ആൽബം നടിയാകാൻ ഉള്ളിൽ ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതെന്തായാലും സാധിച്ചു. അഭിനയിച്ച ആൽബം എല്ലാം സൂപ്പർ ഹിറ്റ്. സന്തോഷം. ബിഗ് ബോസ് ചെന്ന ആ കുറച്ച് ദിവസങ്ങള് ഇത് ഒന്ന് എങ്ങനെയായിരുന്നു ചേച്ചിയുടെ മാനസികാവസ്ഥ എന്ന് പറയാനുണ്ടെങ്കിൽ? ഞാൻ ഓർത്ത് എല്ലാ സീസണിലെ പോലെ ഈ 7ന്റെ പണിന്ന് പുതിയൊരു സാധനം വന്നപ്പോ ഞാൻ ആലോചിച്ച് കരച്ചിൽ കാർഡ് ഇറക്കാൻ പറ്റത്തില്ല, ഓരോ കാർഡുകളാണ്. അതെ അതെ. പക്ഷെ ഇത് നമ്മുടെ സാധനമെല്ലാം മേടിച്ചു വെച്ച പണിയാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്തായാലും അത് ഭയങ്കര ഒരു ഇതായിപ്പോയി. അയ്യോ, നമുക്ക് നമ്മളും അടിപൊളി, ഞാൻ എത്രയൊന്നും കൊണ്ടുപോയില്ല, 7-14 ഡ്രസ്സേ ഞാൻ കൊണ്ടുപോയിട്ടുള്ളൂ. എങ്കിൽ പോലും നമ്മുടെ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമുക്കൊരു സന്തോഷമൊക്കെ ഉണ്ട്. അത് ഇല്ലാതെ വന്നപ്പോ നമുക്കൊരു വിഷമമായി. ഫുഡിന്റെ കാര്യത്തിൽ എനിക്കൊന്ന് ചേച്ചിക്ക് എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ കിട്ടുന്നുണ്ടായിരുന്നു ഫുഡ്. എനിക്ക് തോന്നുന്നു ഒരു ദോശയൊക്കെ 6 മണിക്കൂർ കഴിഞ്ഞിട്ടാ തിന്ന് തീർക്കുന്നത്. അതെ, പഞ്ചസാര ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഈ പുറത്തേക്ക് ലാലേട്ടൻ കൈപിടിച്ച് നടത്തുന്ന ടൈമിൽ എപ്പോഴെങ്കിലും ഇല്ല കുറച്ചും കൂടെ നിക്കാമായിരുന്നു? ഇല്ല, എന്റെ ഫേസ് കണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു. കാരണം അവര് 100 കരഞ്ഞ് കെട്ടിപ്പിടിക്കായിരുന്നു. അതല്ലേ കോമഡി. ലാലേട്ടൻ ഇങ്ങനെ എന്റെ മനസ്സിലായി അപ്പുറത്തെ മാനസികാവസ്ഥ ഇപ്പഴാ പറയുന്നത്. അപ്പൊ രേണു വരുന്നോ, വരുന്നെങ്കിൽ വരാം, രേണുവിന് വരുന്നെങ്കിൽ വരാം, അങ്ങനെയാണെന്ന് തോന്നുന്നു പറയുന്നത് ലാലേട്ടൻ. അപ്പൊ ആ നിമിഷം ഞാൻ അയ്യോ ലാലേട്ടാ സോറി, അങ്ങനെ ഒരു ചിന്ത ഉണ്ട്. ലാലേട്ടാ സോറി, ഇനി ഞാൻ അങ്ങനെ പറയത്തില്ല, ഞാൻ ഇവിടെ നിന്നോളാം, സോറി ലാലേട്ടാ, ഇനി ലാസ്റ്റ് ആയിട്ട് പറയാം ലാലേട്ടാ കാല് പിടിക്കാൻ സോറി, ഓക്കെ നിന്നോളൂ, ഇനി പറഞ്ഞോളൂ. അതെ, ഞാൻ എന്നാ പറഞ്ഞത്, ലാലേട്ടാ ഞാൻ വരുവാ, സന്തോഷമായിട്ട് ഞാൻ പോവാടാ എല്ലാരും. ഏതായാലും ഞാൻ ചെന്നതിന് ഞാൻ അപ്പുറത്ത് നോക്കിയപ്പോ തിരിച്ച് നമ്മുടെ അപ്പാനിയും കൂടെ വരുന്നുണ്ടായിരുന്നു. എല്ലാവരും യാത്ര പറഞ്ഞു വന്നപ്പോ പിറ്റേ ദിവസം അപ്പാനിയും ഉണ്ടായിരുന്നു. അതെ, ഈ പറയുന്ന പോലെ എല്ലാവരും ആ സമയത്ത് ട്രോൾ പേജുകളിലൊക്കെ വന്നതാണ് ആ ഒരു ചേച്ചിയുടെ പുറത്തേക്കുള്ള വരവെന്ന് പറഞ്ഞത്. കാരണം ബിഗ് ബോസ് സീസണുകളിൽ ആദ്യമായി ഒരു മത്സരാർത്ഥി ചിരിച്ചുകൊണ്ട് ആഘോഷിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ചേച്ചിയുടെ. അതെ, ഞാൻ തന്നെ കണ്ടു. എന്ന് വെച്ചാല് ഫസ്റ്റ് ടൈം ഒരാൾ ചിരിച്ചു കളിച്ച് പുറത്തേക്ക് വരുന്നതൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ട്രോൾ പേജിലൊക്കെ അത് കണ്ടപ്പം എനിക്ക് തോന്നുന്നു ട്രോളല്ലേ എന്നെ ഇങ്ങനെ ഒരു അല്ല, അത് ട്രോൾ പേജുകളിലാണെങ്കിൽ വന്നെങ്കിൽ പോലും അതൊരു എന്താ പറയുക, ചേച്ചി അതിനകത്ത് നിന്ന് ചേച്ചി ഫേസ് ചെയ്ത ചേച്ചിക്കുണ്ടായ സ്ട്രഗിൾ ആണ് ആ മുഖത്തുണ്ടായ സന്തോഷം എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതായത് ചേച്ചിക്കാണെങ്കിൽ എപ്പോഴെങ്കിലും ഇല്ല എന്നെ കൊണ്ട് ഈ ഗെയിം ഒന്നും കളിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു തോട്ട് കൊണ്ടാണോ? ഗെയിം എനിക്ക് അതല്ല, എനിക്ക് പിള്ളേരെ കാണാൻ, എനിക്ക് ആദ്യം പിള്ളേരെ കാണാൻ ചാടിയതാ, എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അതെ, എനിക്ക് പറ്റില്ല. ഫിസിക്കൽ ഗെയിം എനിക്ക് ഒരുമാതിരി പറഞ്ഞു കേട്ടില്ല ലാലേട്ടൻ. ഞങ്ങൾ നോക്കി ഒരു ക്യാമറ അവിടെ എനിക്ക് വേണ്ടി ഇടി ചവിട്ടൊന്നും കൊള്ളാം, ഞാൻ മാറി നിൽക്കുക. എനിക്കൊക്കെ ഒരു കുഞ്ഞൊരു ഈർക്കലി കൊണ്ടേ കൊടി കുത്തുന്ന ഗെയിമാ. ഈർക്കലി അയ്യോ എന്റെ കൈയോട് ചെന്നോ, ഞാൻ മാറി നിൽക്കുക. ഇവരുടെ എല്ലാം കളി ഞാൻ കാണുക. ഞാൻ നോക്കിയപ്പോ ശാരിയൊക്കെ ഇങ്ങനെ കിടന്ന് മറിയുക, എടുത്തെറിയ. നോക്കിയപ്പോ ഷാനവാസിക്കാരെ ഒരൊറ്റ അക്ബർ അന്ന് എന്റെ തലയിലോട്ടാന്ന് വീണ, ഞാൻ തെറിച്ചു. ഇതെല്ലാം കാണുമായിരുന്നു ഞാൻ. എന്തായാലും രസമായിരുന്നു. അത്രയും ഇതിപ്പം ചേച്ചി സ്വയം വർക്കൗട്ട് ചെയ്താണെങ്കിൽ പോലും അത്രയും അതായത് എന്തായാലും ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ ചേച്ചിക്ക് ഒരു ഇതുണ്ടല്ലോ, ഒരു ഇങ്ങനെയായിരിക്കും, ഞാൻ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും എന്നൊരു വ്യക്തമായിട്ട് പ്ലാൻ ഒന്നും ഇല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എനിക്കൊരൊറ്റ വാശി ഉണ്ടായിരുന്നു, വേറെ ഒന്നുമില്ല. ഞാൻ എന്നും പറയുന്നതാണ്, ട്രോഫി എടുക്കുമെന്നോ അല്ലെങ്കിൽ ബിഗ് ബോസ് സീസൺ 7 ആവുമെന്നോ 100 ദിവസം തികയ്ക്കുമെന്നോ 50 ദിവസം തികയ്ക്കുമെന്നോ ഒന്നും പറഞ്ഞിട്ട് രേണുസുതി പോയിട്ടുമില്ല പോകത്തുമില്ല. ഞാൻ പറഞ്ഞ ഒരൊറ്റ കാര്യമാണ്, എന്നെ നെഗറ്റീവ് പറഞ്ഞവരുടെ മുന്നിൽ ഒരു ദിവസമെങ്കിലും ലാലേട്ടൻ കൈപിടിച്ച് അതിൽ കയറ്റണം, ഇത്രയേ ഉള്ളായിരുന്നു. ഞാൻ ചെയ്തു. അതെ, ഈ പറഞ്ഞ പോലെ അന്ന് എല്ലാരും കൂടെ ചേച്ചിയെ ട്രോൾ ചെയ്യാൻ അടുത്തൊരു കാര്യമാണ് ഹെയർ പ്രോബ്ലം. എന്താ പറയുന്നത്, പ്രേക്ഷകരോട് പറയുകയാണെങ്കിൽ ഹെയർ പ്രോബ്ലം ഒക്കെ മാറിയോ? അത് ഞാൻ 1 മാസം കഴിഞ്ഞിട്ടാണ് ചെന്നത് അല്ലേ. നമ്മള്
എക്സ്റ്റൻഷൻ ചെയ്തിട്ട് പിറ്റേ മാസം ഞാൻ പെട്ടെന്ന് ചെല്ലുമായിരുന്നു, ബിഗ് ബോസിലൊക്കെ ചെല്ലുമായിരുന്നു. അപ്പം നമുക്ക് ഏജിന്റെ പണിയുണ്ട്. നമ്മുടെ ഈ എക്സ്റ്റൻഷൻ ചെയ്ത് ഞാൻ വലിയ കോമ്പിട്ടാണ് ചെയ്യേണ്ടത്. ചെറിയ കോമ്പിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അല്ലാതെ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ എല്ലാം ഒരു ഗെയിമിന്റെ ഭാഗം, മൈൻഡ് ഗെയിം അല്ലേന്നേ. ഒരു ഗെയിമർ ഇങ്ങോട്ട് പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് അങ്ങോട്ട് പോകും, അതൊക്കെ തന്നെയാണ്. പിന്നെ എന്താ പറയാ, ഈ എക്സ്റ്റൻഷൻ ചെയ്താൽ തല കുളിക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഡെയിലി കുളിക്കേണ്ടവർക്ക് കുളിക്കാം. എന്നെ സംബന്ധിച്ച് എനിക്കിപ്പം അവിടെ ചെന്ന് ഡെയിലി തല കുളിച്ചു കഴിഞ്ഞാൽ എനിക്ക് വല്ല പനിയും വരും, വേറെ സ്ഥലമല്ലേ. ഞാൻ ഇപ്പൊ പേഴ്സണലായിട്ട് ഞാൻ പറയണ ഇപ്പം എന്താ 2-3 ദിവസം കൂടിയാണ് ഞാൻ തല കുളിക്കുന്നത്. ദേഹം കുളിക്കാതിരിക്കത്തില്ല, ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യം. എക്സ്റ്റൻഷൻ ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി തല കുളിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ ഒന്നും കൂടെ എടുത്തു പറയണം. അതെ, പിന്നെന്താണ്, പിന്നെ ആ സമയത്ത് മൈൻഡ് ഗെയിം അല്ലേടാ. അന്നേരം എന്താ പറയാ, എന്തോ നമ്മള് വേറൊരു അവസ്ഥയാണ് അവിടെ. എന്താണ് ആരാണ് പറയേണ്ടത് പറയും, പറയാത്തത് പറഞ്ഞു കൊടുക്കും, അങ്ങനെയൊക്കെ ഉള്ള. പിന്നെ രേണുസുതി എന്തെങ്കിലും ഒഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെ വളച്ചൊടിച്ച് കമ്പി പോലെ വളച്ചൊടിച്ച് കയറ്റി ഇങ്ങനെ പറത്തുന്ന കുറെ എണ്ണം ഉണ്ടല്ലോ വ്ളോഗേഴ്സ്. അവരൊക്കെ വളച്ചൊടിച്ചോട്ടെ, വിഷയമല്ല. പക്ഷെ നമ്മൾ നമ്മുടെ സത്യസന്ധമായിട്ട് നമ്മൾ ആരെയും ഒരു നെഗറ്റീവ് അവിടെ പറഞ്ഞിട്ടില്ല, പറയത്തില്ല. എന്റെ ഒരു വിശ്വാസം അതാണ്, ഞാൻ പറഞ്ഞിട്ടുമില്ല, പറയത്തില്ല. അതെ. അതുപോലെ ഇനി ലാസ്റ്റ് വരുമ്പോ ലാസ്റ്റ് ഒരു ചോദ്യം എന്നുള്ള നിലയ്ക്ക് അല്ല, ലാസ്റ്റ് ഇന്റർവ്യൂവിന്റെ ലാസ്റ്റ് ചോദ്യം എന്നുള്ള നിലയ്ക്ക് ചേച്ചി മേടിക്കല്ലേ? ഓക്കെ, അപ്പം ചേച്ചിയുടെ ഫ്യൂച്ചർ പ്ലാൻ എന്തൊക്കെയാണ്? എന്താണ് എന്ത് ചൂടന്റെ ഫ്യൂച്ചർ പ്ലാൻ? അതെ, ഞാൻ എന്നും പറയുന്നതല്ല, അങ്ങ് പോകട്ടേന്നേ. എവിടം വരെ പോകുന്നറിയാം. പോയിട്ട് ഒരു ഉഴക്കിന് തടി ഒഴുകത്തില്ലേ, എവിടെയെങ്കിലും പോയി നിൽക്കുമ്പോ നിക്കട്ടേന്നേ, അത്രേ ഉള്ളു ഫ്യൂച്ചർ പ്ലാൻ. അതെ, എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് കിച്ചുവിനെ ഋതപ്പനെ ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ? കിച്ചുവിന് നല്ലൊരു ജോലി കിട്ടട്ടെ, അതാണ് സന്തോഷം. അവന് നല്ലൊരു ലൈഫ് കിട്ടട്ടെ, നല്ലൊരു പെണ്ണ് അവന്റെ ലൈഫിലോട്ട് വരട്ടെ. എന്തായാലും വരട്ടെ. മരുമോളും അമ്മ പോലെ പിടിക്കാതിരുന്നാ മതി. ഞാൻ എപ്പോഴും കിച്ചുവിനോട് പറയുന്നില്ല. അവന് ഏജ് ആയിട്ടില്ല, 20 വയസ്സല്ലേ ഉള്ളൂ. വരട്ടെ, അവൻ ഹാപ്പി ആകട്ടെ, അവന്റെ കുടുംബജീവിതം അടിപൊളിയാകട്ടെ, എന്നും പ്രാർത്ഥനയുണ്ട്. ഋതപ്പനൊന്ന് പറക്കട്ടെ, എഴുന്നേക്കെ, എന്താ പറയാ, അവനൊന്ന് വളർന്ന് വന്ന് അവനൊന്ന് പറക്കട്ടെ. മീൻസ് അവനൊരു പൈലറ്റ് ആകാൻ വലിയ ആഗ്രഹമുണ്ട്. സൂചാനും ആഗ്രഹമുണ്ട്, എനിക്കും ആഗ്രഹമുണ്ട്. ഞാനത് എപ്പോഴും കിച്ചുവിനും ആഗ്രഹമുണ്ട്. ഞാൻ എപ്പോഴും കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കും, എന്നാ നിന്റെ അച്ഛന്, ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കും കേട്ടോ, എന്നാ നിന്റെ അച്ഛന് നിത്യശാന്തി കിട്ടും കേട്ടോ, എന്റെ പോന്റെ പൈലറ്റ്. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും. ആണോ അമ്മ, ആണോ? ഞാൻ പൈലറ്റ് ആവും, എങ്ങനെയെങ്കിലും പൈലറ്റ് ആവണം, പഠിക്കണം കേട്ടോ. ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ഞാൻ ഏവിയേഷന് പഠിച്ചപ്പോഴത്തേന് അവിടെ ഒരു പൈലറ്റ് ട്രെയിനിങ്ങിന് ഞങ്ങൾക്ക് വന്നായിരുന്നു. അതായത് ബാംഗ്ലൂർ പോയപ്പം പൈലറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ പൈലറ്റ് നമ്മളെ സംസാരിക്കാനൊക്കെ കുറെ മോട്ടിവേഷനൊക്കെ തരാൻ വന്നായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു, ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്. അദ്ദേഹത്തിന് മുറ്റത്ത് കുഞ്ഞിലെ നിൽക്കുമ്പോൾ ഇങ്ങനെ എയറോപ്ലെയിൻ മോളിൽ കൂടെ പോകും, വിമാനം പോകും അല്ലേ, അങ്ങനെ പോകുമ്പോഴത്തെ പുള്ളി എന്നെങ്കിലും ഞാൻ അത് ഓടിക്കും. കുഞ്ഞു കൊച്ചായിരുന്നു. അപ്പം ആ കുഞ്ഞിന്റെ മനസ്സിന് ഇങ്ങനെ ആഗ്രഹം വന്നാണ് അദ്ദേഹം ഒരു പൈലറ്റ്, റിട്ടയർഡ് ആയിട്ടുള്ള പൈലറ്റാണ്. ഞാൻ ഫ്ലൈവിങ്സിലാണ് പഠിച്ചത്. അപ്പൊ അവിടുത്തെ ആ ഒരു ട്രെയിനിങ്ങിന്റെ ഇടയ്ക്ക് പറഞ്ഞതാണിത്. ഒരു പൈലറ്റ് വന്ന് ഞങ്ങൾക്ക് ഒരു ദിവസം ട്രെയിനിങ് ചെയ്തു, മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ ചെയ്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞ അപ്പൊ അതായത് ഇപ്പോഴേ കുഞ്ഞിന്റെ മനസ്സിൽ അത് കൊടുത്താൽ നാളെ ദൈവം സഹായിച്ച് ദൈവത്തിന് അറിവുകൊണ്ട് അവനൊരു പൈലറ്റ് ആവും. അത് കണ്ട് ഞാൻ സന്തോഷിക്കാൻ ദൈവം ഭാഗ്യം തരട്ടെ. അതെ, എന്നേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ. അതെ, ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഫ്യൂച്ചർ പ്ലാന്റെ കാര്യം ചേച്ചി പറഞ്ഞത് ഒഴുകില് അങ്ങ് ഒഴുകട്ടെ എന്നാണ്. എന്റെ കാര്യം ഞാൻ അങ്ങനെയാണ്. ഞാൻ എങ്ങും ചെന്ന് സേഫ് ആകട്ടെ അങ്ങനൊന്നും എനിക്കില്ല. എങ്ങനെയാലും ഒഴുകി പോട്ടെ, എവിടം വരെ പോകുന്നറിയ പോട്ടെ, പക്ഷെ എന്റെ മക്കൾ സേഫ് ആണ്. അതെ, ചേച്ചി അങ്ങനെ പറഞ്ഞാൽ പോലും നമ്മൾ നോക്കുമ്പം സുചേന്റെ ഭാര്യയായിട്ടുള്ള ചേച്ചിയാണെങ്കിലും ചേച്ചിയുടെ കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിലും ഉയരങ്ങളിലേക്ക് തന്നെ എത്തട്ടെ. കാരണം നമ്മൾ കാണാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ ഒരു പതനം, അല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കുന്നില്ല. തുടക്കം തൊട്ടുള്ള ചാനലാണ് കേട്ടോ, അപ്പൊ നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, ആരും ആഗ്രഹിക്കുന്നില്ല. അതെ, ചേച്ചിയെ ഇഷ്ടപ്പെടുന്ന ആരും തന്നെ ആഗ്രഹിക്കുന്നില്ല. കാരണം ചേച്ചിയുടെ സ്ട്രഗിൾ എന്താണെന്നുള്ളതും കുഞ്ഞുങ്ങളെ നോക്കാനുള്ള, അതായത് കുറച്ചു പേർക്കെങ്കിലും അതായത് ജീവിതം അറിഞ്ഞിട്ടുള്ളവർക്ക് മനസ്സിലാവും ചേച്ചി എന്തൊക്കെ പ്രശ്നത്തിലൂടെയാണ്, അല്ലെങ്കിൽ ചേച്ചിയുടെ മനോവിഷമങ്ങൾ എന്താണെന്നുള്ളത് കുറച്ചു പേർക്കെങ്കിലും മനസ്സിലാവും. അങ്ങനെ മനസ്സിലാവുന്നവർ, ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലും ചേച്ചിയെ നെഗറ്റീവ് പറയാനും പോകുന്നില്ല, ചേച്ചിയുടെ പതനോട്ട് കാണാനും അവർ ആഗ്രഹിക്കുന്നില്ല. വരുമ്പത്തേന് അതിന്റെ ആ വേരിയേഷൻ, എന്റെ മൈൻഡിന്റെ വേരിയേഷൻ മനസ്സിലാക്കുന്ന ഒരുപാട് പേര്. സന്തോഷം, അതൊരു ഭാഗ്യമല്ലേ. ഒരു സ്റ്റാറ്റസ് ഇട്ട് അവർക്കറിയാം എന്താണ് രേണു ഇപ്പൊ ഉദ്ദേശിക്കുന്നത്. വിഷമാണോടി അന്നേരം വിളിക്കും കേട്ടോ, അതൊക്കെ ഭയങ്കര ഭാഗ്യമാണ്. അതെ, അതുകൊണ്ട് തന്നെയാണ് ചേച്ചിയെ പറയുന്നത്. കാരണം
ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ആത്മാവിന്റെ പ്രസൻസ് ചേച്ചിയുടെ കൂടെ തന്നെ ഉണ്ട്. അത് തന്നെയാണ് ഈ ഒരു ഉയർച്ചയ്ക്ക് നമുക്ക് അത് തെളിവ് തന്നെയാണ് കൂടെ ഉണ്ടെന്നുള്ളത്. അപ്പം ഇനിയും ഉയരങ്ങളിലേക്ക് തന്നെ പോകട്ടെ. ഈ പറയുന്ന പോലെ നെഗറ്റീവ് പറയുന്നവരും നെഗറ്റീവ് പറഞ്ഞ് റീച്ച് കിട്ടാൻ ശ്രമിക്കുന്നവരും ഒക്കെ അങ്ങ് താന്ന് പൊക്കോണ്ടേയിരിക്കും കേട്ടോ. ഇത് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ഓക്കെ, അപ്പം ചേച്ചി നല്ല തിരക്കാണെന്നറിയാം. ഇപ്പോഴും വർക്കിന്റെ ഇടയിൽ നിന്ന് ഓടിയാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ഇനി വീണ്ടും അടുത്ത തിരക്കിലേക്ക് പോവുകയാണ്. അപ്പം ഇതിന്റെ ഇടയ്ക്കായാലും നമുക്ക് കുറച്ച് ടൈം തന്നു, വിശേഷങ്ങൾ പങ്കുവെച്ചു. ഇനി ബഹ്റൈനിൽ പോയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.